നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ വീണ്ടും വരവിനായുള്ള ഒരുക്കം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാവും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്ക് ഓടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണ കുറച്ച് ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്നുത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണസദ്യക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളിലും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്ന് ഇരിപ്പീൻ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വീണ്ടും വരവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് പറഞ്ഞതാണ് 10 കന്യകമാരുടെ ഉപമ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കഴിഞ്ഞ 2000 കൊല്ലമായി ലോകത്തെമ്പാടും അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു തൻ്റെ വീണ്ടും വരവിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞു. ആകാശത്തിലെ അടയാളം, കടലിലെ അടയാളം, ഭൂകമ്പത്തിൻ്റെ കരയിലെ അടയാളം, മനുഷ്യ സംസ്കാരത്തിൻ്റെ അധാർമികതയുടെ അടയാളം, സുവിശേഷ പ്രചരണത്തിൻ്റെ ആ വ്യാപ്തി, അതിൻ്റെ അടയാളം, മാരകമായ രോഗങ്ങളുടെ, പ്രകൃതി ദുരന്തങ്ങളുടെ അടയാളം, യുദ്ധങ്ങളുടെ അടയാളം, ഇതെല്ലാം യേശു പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഇതിലെന്തോ കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ബൈബിളിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തെ അവർ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുന്നുണ്ട്. അതിൽ നിന്നുണ്ടായതാണ് ലോകത്തിലെ ക്രിസ്തു മതങ്ങൾ. ക്രിസ്തുമതം എന്ന് പറയുമ്പോൾ യേശു കൽപ്പിച്ചതെല്ലാം അല്ലെങ്കിൽ യേശു വിഭാവനം ചെയ്തതെല്ലാം അവരക്ഷരപ്രകാരം പഠിപ്പിക്കുന്നുണ്ടെന്നോ പഠിക്കുന്നുണ്ടെന്നോ നിർവഹിക്കുന്നുണ്ടെന്നോ പറയാൻ നമുക്ക് നിവൃത്തിയില്ല. കാരണം യേശു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ സത്യബോധം ചെയ്യിക്കുക. പിന്നീട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ അവരെ പഠിപ്പിക്കുക, അങ്ങനെ അവരെ ശിഷ്യരാക്കുക എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ എല്ലാ കാലത്തും ലോകാവസാനത്തോളം സുവിശേഷം പറയണം. അത് കേൾക്കുന്ന ആളുകൾ അതിനെ വിലയിരുത്തി വിശ്വസിച്ച് ആ കാര്യം ദൈവമക്കളോട്, സഭയോട് സാക്ഷ്യം പറയണം. അപ്പോഴാണ് സഭ അവർക്ക് വേണ്ടി സ്നാനം ക്രമീകരിക്കുന്നത്. മാത്രവുമല്ല, അവർ ദൈവവചനം പഠിച്ച് യഥാർത്ഥ ശിഷ്യന്മാരായി തീരാനിടയായിത്തീർന്നു. എന്നാൽ ക്രിസ്തുമതത്തിൽ അങ്ങനെയല്ല. ക്രിസ്തുമതത്തിൽ ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിക്കപ്പെടുന്ന എല്ലാവരും ക്രിസ്ത്യാനികളാണ് എന്നവർ ധരിക്കുകയാണ്. കാരണം ഒരു ഹിന്ദുവിൻ്റെ മകൻ ഹിന്ദുവാണ്, മുസ്ലിമിൻ്റെ മകൻ മുസ്ലിമാണ്, യഹൂദൻ്റെ മകൻ യഹൂദനാണ്, അതുപോലെ ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനി എന്ന് അവർ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് മാമോദിസ, പിന്നെ തിരുവത്താഴം, പാട്ട്, പ്രാർത്ഥന, ആരാധന, സ്തോത്രകാഴ്ച, ഇതിനെല്ലാം അവകാശമുണ്ട് എന്നവർ വിചാരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം ഏറ്റുപറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ മാമോദിസയ്ക്ക് വിധേയപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് കുഞ്ഞുനാളിലെ അവർക്ക് വെള്ളം തളിച്ച് ഒരു മാമോദിസ അല്ലെങ്കിൽ സ്നാനം എന്നൊരു
കർമ്മം വികലമായിട്ട് അവരെ അടിച്ചേൽപ്പിക്കുന്നു. പിന്നീട് മരണം വരെ ചില കർമ്മകൂതാശകളൊക്കെ അവർ ചെയ്യണം. ഇതാണ് രക്ഷാമാർഗത്തിന് ക്രിസ്തുമതം പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് സുവിശേഷം കേട്ട് വിലയിരുത്തി വിശ്വാസമാകുമ്പോൾ അക്കാര്യം ഏറ്റുപറയുക, ആ ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ വിശ്വാസമാണ്, ജെനുവിൻ കേസാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് സ്നാനം നൽകുക, പിന്നീട് അവരെ വചനം പഠിപ്പിക്കുക, അവരെയൊക്കെ യേശുവിനെ ശിഷ്യരാക്കുക. ഇതാണ് ക്രിസ്തുമതത്തിൽ. യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയോ യേശുവിനെ മാത്രം ആരാധിക്കുകയോ ഒന്നും ചെയ്യാൻ നിർബന്ധമില്ല. കാരണം അവരിൽ പലരും യേശുവിനേക്കാൾ കൂടുതൽ വേറെ ചില മനുഷ്യരായ സ്ത്രീ പുരുഷന്മാരെയാണ് അവർ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും അവർ പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ക്രിസ്ത്യാനികളെന്ന് പറയാറുണ്ടെങ്കിലും അവരുടെ ആരാധനാമൂർത്തികൾ വേറെയാണ്. എന്നാൽ ഈ വ്യത്യസ്തതകളുടെ മധ്യത്തിൽ യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന ദൈവം മനുഷ്യനായവനാണ് യേശു. യേശു സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, പരിപാലകനാണ്, ന്യായാധിപനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, ആരാധ്യനാണ്, ശിക്ഷ ന്യായാധിപനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവര് വിളക്കിൽ എണ്ണയുള്ള ബുദ്ധിയുള്ള കന്യകമാരാണ്. കാരണം മണവാളിനെ എതിരേൽക്കാൻ 10 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ 10 പേർക്ക് ക്ഷണമുണ്ടായി. എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരെങ്കിൽ അവധിയെടുത്തു. പുതിയ ഉടുപ്പൊക്കെ അതിനായി കല്യാണ വസ്ത്രമൊക്കെ തയ്പ്പിച്ചു. വിളക്ക് നന്നായിട്ട് മിനുക്കി. പിന്നെ ഈ മണവാളിനെ എതിരേൽക്കാൻ വേണ്ട പാട്ടും കാര്യങ്ങളും അതൊക്കെ പഠിച്ചു. നേരത്തെ തന്നെ വന്നു ഒരുപക്ഷെ ആ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വേളയിലായിരിക്കാം ഉറങ്ങിപ്പോയി. കുട്ടികളല്ലേ. അർദ്ധരാത്രിക്കോ മണവാളം വരുന്നു എന്ന ആർപ്പുളിയും ഉണ്ടായപ്പോൾ അവരെല്ലാം ചാടി എഴുന്നേറ്റു, എല്ലാവരും എഴുന്നേറ്റു. പക്ഷേ വിളക്കിൽ എണ്ണ, അതായത് ഒരു പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നവർ ആ എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ചു. അവർ റെഡിയായി. പക്ഷെ മറ്റവർ റെഡിയായിരുന്നില്ല, എണ്ണ കരുതിയിരുന്നില്ല. എണ്ണ പിന്നീട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവരെണ്ണ വാങ്ങാൻ പോയ സമയത്താണ് മണവാളൻ വരികയും കഥ കടയ്ക്കുകയും ചെയ്തത്. മണവാളിനെ എതിരേറ്റ ആളുകൾ കല്യാണ സദ്യയിലേക്ക് പ്രവേശിച്ചു. കല്യാണ സദ്യ കഴിക്കുകയാണ്. പക്ഷേ പുറത്തു നിന്ന് ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുകയാണ്. യേശുവാണിത് പറഞ്ഞത്. യേശു സ്നേഹസമ്പന്നനാണ്, കരുണാസമ്പന്നനാണ്. പക്ഷേ തൻ്റെ വീണ്ടും വരവിൽ ഒരു ദാക്ഷിണ്യവും യേശുവിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുകയില്ല. ഒരാഴ്ച ദൈവം നമുക്ക് തന്നത്, ബുദ്ധി തന്നത്, കാഴ്ച, കേൾവി, നടക്കാൻ ആരോഗ്യം, ഇതെല്ലാം തന്നത്, നമ്മുടെ കാതുകളിൽ സുവിശേഷം കേൾപ്പിച്ചത്, നമ്മുടെ വീടുകളിൽ ദേവദാസന്മാർ വരാനിടയായത്, കവലകളിൽ നിന്ന് ആളുകൾ പ്രസംഗിക്കാനിടയായത്, റേഡിയോ വഴി, TV വഴി നമുക്കിത് കേൾക്കാനിടയായത് നമ്മൾ വിളക്കിൽ എണ്ണയുള്ള കന്യകമാരെ പോലെ ആകാൻ വേണ്ടിയാണ്. ഇന്ന് ആളുകൾ എന്തൊക്കെയോ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വത്രകാഴ്ച ഇടുന്നുണ്ട്, ആരാധന സ്ഥലത്ത് അവർ പോകുന്നുണ്ട്, ക്രിസ്തീയ ചില മതചിഹ്നങ്ങളൊക്കെ കുരിശുൾപ്പെടെ അവർ ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടായില്ല. യേശുവിൻ്റെ ശിഷ്യരാകണം. എന്തെങ്കിലും ഭാഗികമായിട്ടൊക്കെ ചെയ്തുകൊണ്ടായില്ല. ഒരു പിഴവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ പൂർണ്ണമായി യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായിട്ടുള്ള ഒരുക്കം. അങ്ങനെ ബുദ്ധിയുള്ളവരെ പോലെ പൂർണ്ണമായിട്ട് കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ ശിഷ്യരായിട്ട്, അവൻ്റെ കാന്തയായി, മണവാട്ടിയായിട്ട് തീരുവാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.